ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഈ വാക്യങ്ങളെല്ലാം നോക്കൂ. നീ അവിടെ പോകുമോ അതോ ഞാൻ പോകണോ? ക്ഷമിക്കണം, കുറച്ച് വൈകിപ്പോയി. നിങ്ങൾ ഇതിലും നല്ലത് അർഹിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. അത് ഉള്ളിടത്ത് തന്നെ തിരികെ വയ്ക്കൂ. ഇങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്ന വാക്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കാണുന്നതിനോടൊപ്പം പ്രാക്ടീസും ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നീ അവിടെ പോകുമോ അതോ ഞാൻ പോകണോ? എങ്ങനെ ചോദിക്കാം? വിൽ യു ഗോ ദർ ഓർ ഷാൽ ഐ? വിൽ യു ഗോ ദർ, നീ അവിടെ പോകുമോ? ഓർ അതോ ഷാൽ ഐ, ഞാൻ പോകണോ? പ്ലീസ് റിപ്പീറ്റ്. വിൽ യു ഗോ ദർ ഓർ ഷാൽ ഐ? ഇപ്പോൾ ടി വി കാണുകയാണെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട് സൗണ്ട് കുറവാണെങ്കിൽ സൗണ്ട് ഒന്ന് കൂട്ടൂ. ടേൺ ദ വോളിയം അപ്പ്. ടേൺ ദ വോളിയം അപ്പ്, ആ സൗണ്ട് ഒന്ന് കൂട്ടൂ. ടേൺ ദ വോളിയം അപ്പ്. ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണ്. എങ്ങനെ പറയാം? വി ബോത്ത് ലൈക്ക് ഈച്ച് അതർ. വി ബോത്ത് ലൈക്ക് ഈച്ച് അതർ. ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണ്. വി ബോത്ത് ലൈക്ക് ഈച്ച് അതർ. വി ബോത്ത് ലൈക്ക് ഈച്ച് അതർ. ഒരു സ്ഥലത്ത് സമയത്ത് എത്താതെ വൈകി എത്തുമ്പോൾ പറയാറുണ്ട് ക്ഷമിക്കണം, കുറച്ച് വൈകിപ്പോയി എന്ന്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം: സോറി ഫോർ ബീയിങ് ലേറ്റ്. സോറി ഫോർ ബീയിങ് ലേറ്റ്. പ്ലീസ് റിപ്പീറ്റ്. സോറി ഫോർ ബീയിങ് ലേറ്റ്. എത്രയും പെട്ടെന്ന് വരൂ. എങ്ങനെ പറയാം? കം ആസ് സൂൺ ആസ് പോസിബിൾ. കം ആസ് സൂൺ ആസ് പോസിബിൾ. കം ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് വരൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്? ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്? ഞാൻ പറയുന്നത് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്? പ്ലീസ് റിപ്പീറ്റ്. ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്? ലെറ്റ്സ് ഗ്രാബ് ലഞ്ച് ടുഗദർ. ഗ്രാബ് എന്ന് വെച്ചാൽ ഈറ്റ് ലഞ്ച് ക്വിക്ക്ലി, പെട്ടെന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഗ്രാബ് എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ ലെറ്റ്സ് ഗ്രാബ് ലഞ്ച് ടുഗദർ. ലഞ്ച് ബ്രേക്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു വരാം എന്നൊരു സിറ്റുവേഷനാണ് ലെറ്റ്സ് ഗ്രാബ് ലഞ്ച് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം. ലെറ്റ്സ് ഗ്രാബ് ലഞ്ച് ടുഗദർ. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം. സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളിലേക്ക് മടങ്ങി വരാം എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഇവിടെ ഐ ഇൽ ഉദ്ദേശിക്കുന്നത് ഐ വിൽ എന്നാണ്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഐ ഓവ് യു വൺ. ഞാൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. ഐ ഓവ് യു വൺ. ഐ ഓവ് യു വൺ. ഞാൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ പറയാം? ഐ ഓവ് യു വൺ. ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു ഇൻട്രപ്റ്റ്. ഞാൻ ഇതിൽ ഇടപെടണം എന്ന് വിചാരിച്ചതല്ല, ക്ഷമിക്കണം. ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു ഇൻട്രപ്റ്റ്. ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു ഇൻട്രപ്റ്റ്. യു ഡിസേർവ് ബെറ്റർ ദാൻ ദിസ്. നിങ്ങൾ ഇതിലും നല്ലത് അർഹിക്കുന്നുണ്ട്. യു ഡിസേർവ് ബെറ്റർ ദാൻ ദിസ്. എങ്ങനെ പറയാം? യു ഡിസേർവ് ബെറ്റർ ദാൻ ദിസ്. നിങ്ങൾ ഇതിലും നല്ലത് അർഹിക്കുന്നുണ്ട്. യു ഡിസേർവ് ബെറ്റർ ദാൻ ദിസ്. ഇത് ശരിയല്ല. ദിസ് ഈസ് നോട്ട് ഫെയർ. ദിസ് ഈസ് നോട്ട് ഫെയർ. ഇത് ശരിയല്ല. എങ്ങനെ പറയാം? ദിസ് ഈസ് നോട്ട് ഫെയർ. നിങ്ങളുടേത് ഒരു ഉചിതമായ തീരുമാനമല്ല. അപ്പോൾ ഇങ്ങനെ പറയാം: ദിസ് ഈസ് നോട്ട് ഫെയർ. ദിസ് ഈസ് നോട്ട് ഫെയർ. ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് അറൗണ്ട് ഹിയർ? ഇവിടെ അടുത്തായി നല്ലൊരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് അറൗണ്ട് ഹിയർ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് അറൗണ്ട് ഹിയർ? പ്ലീസ് റിപ്പീറ്റ്. ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് അറൗണ്ട് ഹിയർ? മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഓവർ ടുഡേ അറ്റ് 4 PM. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എൻ്റെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഓവർ ടുഡേ അറ്റ് 4 PM. മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഓവർ ടുഡേ അറ്റ് 4 PM. പ്ലീസ് റിപ്പീറ്റ്. മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഓവർ ടുഡേ അറ്റ് 4 PM. ഹൗ ക്യാൻ ഐ ഗോ ടു ദ സിറ്റി? ടൗണിലേക്ക് ഞാൻ എങ്ങനെ പോകും? എങ്ങനെ ചോദിക്കാം? ഹൗ ക്യാൻ ഐ ഗോ ടു ദ സിറ്റി? ഹൗ ക്യാൻ ഐ ഗോ ടു ദ സിറ്റി? I have been trying to call you since the morning. ഞാൻ നിന്നെ രാവിലെ മുതൽ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
I have been trying to call you since the morning. I have been trying to call you since the morning. Next sentence, put it back where it belongs. നീ എവിടെ നിന്നാണോ ഈ സാധനം എടുത്തത് അത് ഉള്ളിടത്ത് തന്നെ തിരികെ വെക്കൂ. ഇത് ഡെയിലി കുട്ടികളോട് പറയുന്ന ഒരു വാക്യമായിരിക്കും അല്ലേ? മിക്ക വീടുകളിലും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, put it back where it belongs. Please repeat, put it back where it belongs. Put it back where it belongs. Put away your phone, do something active. ഫോൺ നോക്കി വെറുതെ ഇരിക്കാതെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യൂ. Put away your phone. ഫോൺ ദൂരെ വെക്കൂ. Do something active. എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ളത് ചെയ്യൂ. Put away your phone, do something active. I'm on the way. ഞാൻ വരികയാണ്. I'm on the way. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.